നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമൃത ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ഡോക്ടർ പവിത്രൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഡോക്ടറുടെ മരണകാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണകാരണമായിട്ട് മാറിയ രോഗത്തെക്കുറിച്ച് എനിക്ക് അറിവുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് വൻകുടലിൽ ക്യാൻസർ ആയിരുന്നുവെന്നും അതിൻ്റെ ചികിത്സയിലായിരുന്നുവെന്നും പക്ഷേ അവസാനം അദ്ദേഹം രോഗത്തിന് കീഴടങ്ങിയെന്നുമാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്, ഡോക്ടർ പവിത്രൻ നമ്മുടെ നാട്ടിലെ വളരെ പ്രശസ്തമായ ഒരു ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന് ക്യാൻസർ മൂലമാണ് മരണം സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത്, ഇത്ര വലിയൊരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടറായിട്ടും അദ്ദേഹത്തിൻ്റെ രോഗം മാറ്റാൻ ആ ആശുപത്രി പ്രതിനിധാനം ചെയ്യുന്ന ചികിത്സാ ശാസ്ത്രത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം ക്യാൻസർ രോഗം മൂലം തന്നെയാണ് മരിച്ചത് എന്ന് വരുമ്പോൾ ഈ രോഗം എന്തുകൊണ്ടാണ് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ ഈ വൈദ്യശാസ്ത്രത്തിന് സാധിക്കാതെ പോയത് എന്ന ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത്. എന്നാൽ ആ വീഡിയോയിൽ പല ആൾക്കാരും വന്ന് കമൻറ്റ് ചെയ്തിരിക്കുന്നത് മറ്റു പലതും മനസ്സിലാക്കിയിട്ടാണ്. ഒരു വ്യക്തി പറയുന്നത്, നിങ്ങൾ ഏത് ആശുപത്രിയിൽ നിന്ന് കാശ് മേടിച്ചിട്ടാണ് അമൃത ആശുപത്രിക്കെതിരെ പറയുന്നത്? വേറെ ചിലർ പറയുന്നത്, ഒരു ഡോക്ടർക്ക് ക്യാൻസർ വന്നുകൂടെ, ഡോക്ടർമാർ മരിക്കില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ചിലർ ധരിക്കുന്നത് ഞാൻ അമൃത ആശുപത്രിക്ക് എതിര് പറയുന്നുവെന്നാണ്. മറ്റു ചിലർ പറയുന്നത് ഡോക്ടർ മരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഡോക്ടർമാർ മരിക്കാൻ പാടില്ല, അവർക്ക് രോഗം വരാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പല തെറ്റിദ്ധാരണകളും പല ആൾക്കാരും പ്രകടിപ്പിച്ചതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞതെന്ന്. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഞാൻ വിമർശിച്ചത് അമൃത ആശുപത്രിയല്ല, ഡോക്ടർ പവിത്രനെ അല്ല, ഏതെങ്കിലും ഡോക്ടർമാരെ അല്ല, മറിച്ച് അവരൊക്കെ ഉപയോഗിക്കുന്ന വൈദ്യശാസ്ത്രത്തെയാണ്. ഇപ്പോൾ അമൃത ആശുപത്രി അവിടെ ചികിത്സ നടത്തുന്നത് അലോപ്പതി ചികിത്സയാണ്. അതായത് മോഡേൺ മെഡിക്കൽ സയൻസ് എന്ന് വിളിക്കപ്പെടുന്ന അലോപ്പതിയുടെ ചികിത്സയാണ് അമൃത ആശുപത്രി കൊടുക്കുന്നത്. അവർക്കത് മാത്രമേ കൊടുക്കാൻ പറ്റൂ. പക്ഷേ ആ ചികിത്സയിലൂടെ അവിടെ ജോലി ചെയ്തിരുന്ന ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ, ഒരു ഓൺകോളജിസ്റ്റ്, അദ്ദേഹത്തിന് ക്യാൻസർ പിടിച്ചിട്ട് ആ വൈദ്യശാസ്ത്രം വിചാരിച്ചിട്ട് അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തെ മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട പല രോഗങ്ങൾക്കും ഇത്തരം ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോയിട്ട് അവരവിടെ നിന്നും സുഖപ്പെടാതെയോ അല്ലെങ്കിൽ മരിച്ചോ ഒക്കെ തിരികെ വരുന്നത് ഡോക്ടർമാരുടെ പിഴവുകളോ ആശുപത്രികളുടെ പിഴവുകളോ ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, മറിച്ച് അവരുപയോഗിക്കുന്ന വൈദ്യശാസ്ത്രത്തിൻ്റെ പിടിപ്പുകേടാണ്. ഇതാണ് ഞാനവിടെ പറഞ്ഞത്. ഇനി കുറേയേറെ പേര് അഭിപ്രായം പറയുകയുണ്ടായി, നിങ്ങൾക്ക് ഒരു ക്യാൻസർ വന്നാൽ നിങ്ങൾ ചികിത്സിക്കില്ലേ? അതുപോലെ തന്നെ ഈ ഡോക്ടർ പവിത്രൻ അല്ലെങ്കിൽ മറ്റ് ക്യാൻസർ വിദഗ്ധരൊക്കെ എത്രയോ പേരുടെ ജീവൻ രക്ഷിക്കുന്നുണ്ട്, അത് നിങ്ങൾക്കറിയാമോ? ഇങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്. എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോൾ ഈ ഡോക്ടറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡോക്ടറോ എത്ര ആൾക്കാരെ സുഖപ്പെടുത്തി, എത്ര പേരുടെ രോഗം മാറ്റി എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. അവർ ചികിത്സിച്ച് സുഖപ്പെടുത്തിയെന്ന് പറയുന്ന വ്യക്തികളെ നേരിൽ കണ്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എനിക്ക് അവരുടെ രോഗം സുഖപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് നേരിട്ടറിയാവുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരുപക്ഷെ അറിയാവുന്നതുമായിട്ടുള്ള ചില വ്യക്തികളുടെ ക്യാൻസർ രോഗവും അവർക്ക് ഈ ചികിത്സയ്ക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ പറയാം. അതിലൊന്നാമത്തെ ആൾ നമ്മുടെ മുൻ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ശ്രീ കോടിയേരി സഖാവാണ്. കോടിയേരി ബാലകൃഷ്ണന് പാൻക്രിയാസിൽ ക്യാൻസർ ഉണ്ട് എന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തെ CPM അയച്ചത് അമേരിക്കയിലേക്കാണ്. അപ്പോൾ ഈ കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് നേരെ പോയത് ലോകത്തിലെ ഏറ്റവും മികച്ച അലോപ്പതി ക്യാൻസർ ആശുപത്രിയായിട്ടുള്ള MD ആൻഡേഴ്സണിലേക്കാണ്, ഹൂസ്റ്റൺ. അദ്ദേഹം അവിടെ ചെന്ന് ചികിത്സിച്ചു. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ മരണപ്പെട്ടു. കോടിയേരി ബാലകൃഷ്ണൻ്റെ രോഗം മാറ്റാൻ അലോപ്പതി വൈദ്യശാസ്ത്രത്തിൻ്റെ ക്യാൻസർ വിഭാഗത്തിന് ആയില്ലെന്ന് മാത്രമല്ല, ഒരുപക്ഷെ കുറേ ഏറെക്കാലം കൂടെ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ 3 കൊല്ലത്തെ ചികിത്സ കൊണ്ട് പീഡിപ്പിക്കപ്പെട്ട് ദുരിതം അനുഭവിച്ച് അദ്ദേഹത്തിൻ്റെ രൂപം പോലും വികൃതമായിട്ട് മാറി മരണത്തിന് കീഴടങ്ങി. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. പിന്നെ നമുക്കറിയാവുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ശ്രീ ഉമ്മൻചാണ്ടിക്ക് തൊണ്ടയ്ക്ക് ക്യാൻസർ വന്ന് അദ്ദേഹം നമ്മുടെ നാട്ടിലുള്ള ഒരു വൈദ്യൻ്റെ ചികിത്സയിൽ സുഖമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കെ പല മാധ്യമങ്ങളും ബഹളമൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിന് മോഡേൺ വൈദ്യശാസ്ത്രത്തിൻ്റെ ചികിത്സ കൊടുത്തേ തീരൂ എന്ന് മറുനാടൻ ഉൾപ്പെടെയുള്ള ചില ചാനലുകൾ കിടന്ന് ബഹളം വെച്ച് അവസാനം ശ്രീ ഉമ്മൻചാണ്ടിയുടെ വീട്ടുകാർക്ക് സമ്മർദ്ദം മൂലം, പിണറായി വിജയൻ സർക്കാരിൻ്റെ സമ്മർദ്ദവും മാധ്യമങ്ങളുടെ സമ്മർദ്ദവും ഒക്കെ മൂലം അദ്ദേഹത്തെ മോഡേൺ മെഡിസിൻ്റെ ചികിത്സയ്ക്ക് കൊണ്ടുപോകേണ്ടി വന്നു.
ശ്രീ ഉമ്മൻചാണ്ടിക്ക് തൊണ്ടയ്ക്ക് ക്യാൻസർ വരുന്നത് 2015-ലാണ്. അതേക്കുറിച്ച് ഞാൻ പിന്നീട് അന്വേഷിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. 2015 അദ്ദേഹം കേരള മുഖ്യമന്ത്രിയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ തൊണ്ട ഡയഗ്നൈസ് ചെയ്തപ്പോൾ അവിടെ ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തി. തുടർന്ന് അദ്ദേഹം നമ്മുടെ നാട്ടിലുള്ള ഒരു വൈദ്യൻ്റെ മെഡിസിനാണ് കഴിച്ചത്. അദ്ദേഹം അലോപ്പതി ചികിത്സയ്ക്ക് പോകാതെ ഒരു നാട്ടുവൈദ്യൻ്റെ മരുന്ന് കഴിച്ച് അദ്ദേഹം ഏതാണ്ട് 21 ദിവസത്തോളം ആ മെഡിസിൻ കഴിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ നിന്നും ക്യാൻസർ അപ്രത്യക്ഷമായി. വീണ്ടും പരിശോധന നടത്തിയപ്പോൾ അവിടെ ക്യാൻസർ ഉണ്ടായിരുന്നില്ല. എന്നാൽ ശ്രീ ഉമ്മൻചാണ്ടിക്ക് പാലിക്കേണ്ട ചില പഥ്യങ്ങൾ, ചില ചിട്ടകൾ വൈദ്യൻ പറഞ്ഞു കൊടുത്തിരുന്നു. എന്നാൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹം എപ്പോഴും വലിയ തിരക്കുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തം ആരോഗ്യകാര്യം ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല. വൈദ്യൻ പറഞ്ഞു കൊടുത്ത രീതിയിലൊന്നും അദ്ദേഹത്തിന് ആ പഥ്യമൊന്നും പാലിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ 4 കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ശ്രീ ഉമ്മൻചാണ്ടിയുടെ തൊണ്ടയിൽ അന്ന് ഇല്ലാതായ ക്യാൻസർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ രണ്ടാമതും അദ്ദേഹത്തിന് ഈ പ്രശ്നമുണ്ടായപ്പോൾ RCCയിൽ കൊണ്ടുപോയി ചികിത്സിക്കണം എന്ന് പല ആൾക്കാരും അഭിപ്രായപ്പെട്ടു. മോഡേൺ മെഡിസിൻ്റെ ചികിത്സ കൊടുത്താൽ അദ്ദേഹം പെട്ടെന്ന് സുഖപ്പെടുമെന്ന് ആരൊക്കെയോ പറഞ്ഞു. അങ്ങനെ അവർ RCCയിൽ പോയി ചെന്നപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിക്ക് ആ സമയത്ത് കൊറോണ പിടിപെട്ടു എന്നാണ് എൻ്റെ അറിവ്. കൊറോണ പിടിപെട്ടതുകൊണ്ട് അദ്ദേഹത്തിന് ചികിത്സ കൊടുക്കാൻ പറ്റില്ല എന്ന് RCC പറഞ്ഞു. അങ്ങനെ ശ്രീ ഉമ്മൻചാണ്ടി രക്ഷപ്പെട്ടു. വീണ്ടും പഴയ വൈദ്യൻ്റെ പക്കൽ നിന്നും മരുന്ന് വാങ്ങി അദ്ദേഹം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ തൊണ്ട സുഖപ്പെട്ടെങ്കിലും ഞാനീ പറഞ്ഞതുപോലെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ലൈഫ് സ്റ്റൈൽ ഒരു വിഷയമായിരുന്നു. അദ്ദേഹത്തിന് ഉറക്കമില്ല, അദ്ദേഹം ഓടി നടന്ന് രാഷ്ട്രീയ പ്രവർത്തനമാണ്, ഭക്ഷണമൊക്കെ കിട്ടുന്നിടത്തെന്ന് തോന്നുന്നത് കഴിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ അദ്ദേഹത്തിന് പോയിട്ട് വീണ്ടും ഒരു 3 കൊല്ലമായപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊണ്ടയ്ക്ക് വീണ്ടും പ്രശ്നം വന്നു. ആ സമയത്താണ് നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ കടന്ന് വേളമുണ്ടാക്കി, മറുനാടൻ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകൾ വേളമുണ്ടാക്കി ശ്രീ ഉമ്മൻചാണ്ടിക്ക് മോഡേൺ മെഡിസിൻ്റെ ചികിത്സ കൊടുത്തിരുന്നില്ല അദ്ദേഹം എന്ന് രക്ഷപ്പെട്ടതിന് വീട്ടുകാർ കാണിക്കുന്ന അനീതിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒടുവിൽ ഈ സമ്മർദ്ദത്തിന് വഴങ്ങി ഉമ്മൻചാണ്ടിയുടെ വീട്ടുകാർ അദ്ദേഹത്തെ ഇവിടെ നിന്നും ജർമ്മനിയിലേക്ക് കൊണ്ടുപോയി. ജർമ്മനിയിലെ ഒരു വലിയ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സ നടത്തി. ചികിത്സ എന്തായിരുന്നു? അവർ തൊണ്ട സർജറി ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന മുഴ നീക്കം ചെയ്തു. തൊണ്ട സർജറി ചെയ്തതോടുകൂടി ശ്രീ ഉമ്മൻചാണ്ടിക്ക് ആഹാരം വായ വഴി കഴിക്കാൻ പറ്റാതായി. ആഹാരം വായ വഴി കഴിച്ചുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടിക്ക് പിന്നീട് ആഹാരം വായയിലൂടെ കഴിക്കാൻ പറ്റാതായി. പകരം ഒരു ട്യൂബ് ഇട്ട് വയറ്റിലേക്ക് നേരിട്ട് ആഹാരം കൊടുക്കുന്ന പരിപാടി അവർ തുടങ്ങി. അതേ തുടർന്നാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങിയത്. കാരണം നമ്മുടെ വായിലുണ്ടാകുന്ന ഉമിനീരിന് ദഹനത്തിൽ വളരെ വലിയ ഒരു പങ്കുണ്ട്. നമ്മുടെ ശരീരത്തിലെ മെറ്റാബോളിസം എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് നമ്മുടെ ഉമിനീരുമായിട്ട് വളരെ വലിയൊരു ബന്ധമുണ്ട്. അപ്പോൾ നമ്മുടെ ഉമിനീര് കലർന്ന ആഹാരമായിരിക്കണം നമ്മുടെ ഉദരത്തിലേക്ക് ചെല്ലേണ്ടത്. അല്ലാതെ ഏതെങ്കിലും രൂപത്തിൽ ആഹാരം ചെന്നു കഴിഞ്ഞാൽ ആഹാരം കൊണ്ട് നമുക്ക് ഗുണമുണ്ടാകില്ല. അങ്ങനെ ഗുണമുണ്ടാകില്ല എന്നതിൻ്റെ തെളിവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിയുടെ ശരീരഭാരം അടിക്കടി കുറഞ്ഞ് ഏതാണ്ട് 70 കിലോയ്ക്ക് മുകളിൽ ഭാരമുണ്ടായിരുന്ന അദ്ദേഹത്തിന് ഏതാണ്ട് 34-35 കിലോ മാത്രമേ ഉള്ളായിരുന്നു മരിക്കാറായ സമയത്ത്. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് പോഷകങ്ങളൊന്നും ചെല്ലുന്നില്ല, കിട്ടുന്നില്ല. അങ്ങനെ ആ ഒരൊറ്റ സർജറിയിലൂടെ ആ സർജറി നടത്തി കൃത്യം 8ാമത്തെ മാസം ശ്രീ ഉമ്മൻചാണ്ടി മരണപ്പെട്ടു. അപ്പോൾ അലോപ്പതിയുടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ 2ാമത്തെ നിങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയത്. അതുപോലെ തന്നെ ശ്രീ ഇന്നസെൻറ്റിൻ്റെ ക്യാൻസർ ഭേദപ്പെട്ടു എന്നോട് ഭയങ്കര കുട്ടിഘോഷമായിരുന്നു ക്യാൻസർ ഇൻഡസ്ട്രി വക. പക്ഷേ ഇന്നസെൻറ്റിൻ്റെ ക്യാൻസർ ഭേദപ്പെട്ടിരുന്നില്ല. ഇന്നസെൻറ്റിൻ്റെ ക്യാൻസർ ഭേദപ്പെടാതെ അവസാനം അദ്ദേഹം ക്യാൻസറിന് തന്നെയാണ് കീഴടങ്ങിയത്. എന്നാൽ ആ സമയത്ത് ക്യാൻസർ രോഗമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണകാരണം, കൊറോണ ആയിരുന്നു എന്നൊക്കെ ഒരു പ്രചരണമുണ്ടായി. കൊറോണ മൂലമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണമെങ്കിൽ നമുക്കറിയാം, കൊറോണ വന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ബോഡി ആരെയും കാണിക്കാതെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിട്ട് കുഴിച്ചിടുന്നൊരു ഏർപ്പാടാണുള്ളത്. കാരണം കൊറോണ അത്രയ്ക്ക് ഭീകരമാണല്ലോ. എന്നാൽ ശ്രീ ഇന്നസെൻ്റ് മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം കാണാനായിട്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് വന്നത്. പബ്ലിക്കിന് കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ പൊതുദർശനത്തിന് വെച്ച് ഒരുപാട് ആൾക്കാർ വന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ട് പോയി. കൊറോണ മൂലം മരിച്ചാണെങ്കിൽ അങ്ങനെ അവർ ചെയ്യുമോ? അപ്പോൾ ക്യാൻസറിന് ചികിത്സയെടുത്തിട്ട് രോഗം മാറി എന്ന് പറഞ്ഞ ഇന്നസെൻറ്റും ഒടുവിൽ കീഴടങ്ങിയത് ക്യാൻസറിന് തന്നെയാണ്. പിന്നെ എനിക്ക് നേരിട്ടറിയാവുന്ന ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു കുഞ്ഞ്, 7 വയസ്സുള്ള ഒരു കൊച്ച്, അതിന് 5 വയസ്സുള്ളപ്പോഴും മറ്റോ ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തി RCCയിൽ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ആ കൊച്ചിൻ്റെ ആരോഗ്യാവസ്ഥ അനുദിനം വഷളായി വന്നതല്ലാതെ അതിൻ്റെ ആരോഗ്യത്തിന് യാതൊരു അഭിവൃദ്ധി ഉണ്ടായില്ല. അതിൻ്റെ പിതാവ് ദുബൈയിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. മോളുടെ ഈ ദുരവസ്ഥ അറിഞ്ഞ് അദ്ദേഹം ജോലി രാജിവെച്ചിട്ട് എങ്ങനെയെങ്കിലും കുട്ടിയെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് വന്ന് RCCയിലെ ട്രീറ്റ്മെൻറ്റിന് കൂട്ടിരുന്നു. പക്ഷേ ഒടുവിൽ 7ാമത്തെ വയസ്സിൽ ആ കുഞ്ഞ് മരിച്ചുപോയി. ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ഈ വൈദ്യശാസ്ത്രത്തിന് സാധിച്ചില്ല. പിന്നെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ തൊണ്ടയ്ക്ക് എന്തോ ചെറിയൊരു പ്രോബ്ലം വന്നു. ഡയഗ്നൈസ് ചെയ്തപ്പോൾ ക്യാൻസറാണ് എന്ന് പറഞ്ഞു.
അപ്പോൾ തന്നെ അദ്ദേഹത്തിനെ അവർ RCCയിലേക്ക് കൊണ്ടുപോയി. 4 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. അതുകൂടാതെ എനിക്ക് വളരെയധികം അറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്തു കൂടിയായിരുന്ന ഒരു എക്സ് മിലിറ്ററി പയ്യൻ, അവൻ ക്യാൻസർ വന്നിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തത് മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ ആശുപത്രിയിലാണ്. മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ ആശുപത്രിയിൽ അവൻ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അവസാനം അവൻ്റെ ആരോഗ്യം ക്ഷയിച്ച് വല്ലാത്ത ഒരു രൂപത്തിലെത്തി അവൻ മരണത്തിന് കീഴടങ്ങി. അവനെ രക്ഷപ്പെടുത്താൻ ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ ചികിത്സയ്ക്ക് സാധിച്ചില്ല. ഇതുപോലെ ഞങ്ങളുടെ ബന്ധത്തിലും പരിചയത്തിലും തന്നെ കുറേ ഏറെ പേരുണ്ട്. എന്നാൽ ഈ അടുത്ത സമയത്ത് ഞാൻ ആ ഡോക്ടർ പവിത്രൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ ഒരു പരിചയത്തിലുള്ള സുഹൃത്ത് ഒരു വളരെ ദൈർഘ്യമേറിയ വോയിസ് എനിക്ക് അയച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം അളിയന് ഏതാണ്ട് ഒരു 10-15 കൊല്ലം മുമ്പ് ഒരു ആശുപത്രിയിലെ പരിശോധനയിൽ ക്യാൻസർ രോഗമാണെന്ന് തെളിഞ്ഞു. അദ്ദേഹത്തിന് ചികിത്സ കൊടുത്തത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ക്യാൻസർ രോഗ വിദഗ്ധനാണ്. ഞാൻ ആ ഡോക്ടറുടെ പേരോ ആശുപത്രിയോ ഒന്നും പറയുന്നില്ല, കാരണം അവർക്ക് വിഷമം ഉണ്ടാവണ്ട. പക്ഷേ നിങ്ങൾക്കറിയാം കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ക്യാൻസർ രോഗ വിദഗ്ധൻ ആരാണെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ തന്നെ നേരിട്ടുള്ള ചികിത്സയിലായിരുന്നു ഈ പറയുന്ന വ്യക്തി. അങ്ങനെ ഇദ്ദേഹത്തിന് വയറ്റിൽ ക്യാൻസറാണ് എന്ന് പറഞ്ഞ് അവർ ട്രീറ്റ്മെൻറ്റ് നടത്തി. എന്നാൽ എനിക്ക് വോയിസ് അയച്ച ആ വ്യക്തി, അദ്ദേഹം ഈ ഡോക്ടറെ കാണാൻ പോയിരുന്നു. കാരണം ഇദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ അവർ കീമോയും റേഡിയേഷനും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വോയിസ് അയച്ച അദ്ദേഹത്തിൻ്റെ അളിയൻ, അതായത് രോഗിയുടെ അളിയനായിട്ടുള്ള വ്യക്തി ഒബ്സർവ് ചെയ്തൊരു കാര്യം, ഇദ്ദേഹത്തിന് വയറ്റിൽ ക്യാൻസർ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനോ ദഹനത്തിനോ മറ്റേതെങ്കിലും കാര്യത്തിന് ഒരു കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും നോർമലായിട്ട് നടക്കുന്നുണ്ട്. അദ്ദേഹം പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്നു, ദഹിച്ചു പോകുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വയറ്റിൽ നിന്നും പോകുന്നുണ്ട്, അദ്ദേഹം സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന് യാതൊരു വിധമായിട്ടുള്ള അസ്വസ്ഥതകളും വയറ്റിലില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് സംശയം തോന്നി. ഇദ്ദേഹം ചെന്നിട്ട് ഈ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, എൻ്റെ അളിയനെ നിങ്ങൾ ചികിത്സിക്കുന്നുണ്ട്, ക്യാൻസർ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന് യാതൊരു വിധമായിട്ടുള്ള കുഴപ്പവും വയറ്റിലില്ല. അദ്ദേഹം നല്ലപോലെ ആഹാരം കഴിക്കുന്നുണ്ട്, ദഹനം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വയറ്റിൽ നിന്നും പോകുന്നുണ്ട്, നല്ലപോലെ ഉറങ്ങുന്നുണ്ട്, ഒരു കുഴപ്പവും അങ്ങേർക്കില്ല. അപ്പം ശരിക്കും ഇങ്ങേർക്ക് ക്യാൻസർ ഉണ്ടോ? ക്യാൻസർ ഉണ്ടായിട്ട് തന്നെയാണോ താങ്കൾ ചികിത്സിക്കുന്നത് എന്ന് ചോദിച്ചു. ഡോക്ടർക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. ഡോക്ടർ മറുപടിയൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു. പകരം അദ്ദേഹം വേറെ ഒരു സിസ്റ്റർ വഴി ഇദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഇദ്ദേഹത്തിനെ ഒന്ന് പെറ്റ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞ അനുസരിച്ച് ഇദ്ദേഹത്തെയും കൊണ്ട്, രോഗിയെയും കൊണ്ട് അമൃത ആശുപത്രിയിൽ ചെന്നു. പെറ്റ് സ്കാൻ ചെയ്തു. പെറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതിൻ്റെ റിപ്പോർട്ട് നേരിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി, ഞങ്ങൾ ഇതുമായിട്ട് ഡോക്ടറെ പോയി കണ്ടോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പെറ്റ് സ്കാൻ ചെയ്തിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് ഇവർക്ക് അയച്ചു കൊടുത്തു. അവർ റിപ്പോർട്ട് വായിച്ചപ്പോൾ അതിലെഴുതിയിരിക്കുന്നത് ഒരു ക്യാൻസർ സെല്ല് പോലും ഇയാളുടെ ശരീരത്തിൽ ഇല്ല എന്നാണ്. അപ്പോൾ ഒരു ക്യാൻസർ സെല്ല് പോലും ശരീരത്തിൽ ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഇവർ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ്റെ പ്രശ്നം ഉണ്ടായത് ഈ കീമോയും റേഡിയേഷനും കൊടുക്കുന്ന സമയത്ത് മാത്രമായിരുന്നു. അതും അദ്ദേഹം ഡോക്ടറോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ കീമോ റേഡിയേഷൻ കൊടുക്കുന്ന സമയത്ത് മാത്രമേ ഇയാൾക്ക് ഒരല്പം ക്ഷീണവും പ്രയാസവും ഒക്കെ ഉണ്ട്, അല്ലാത്തപ്പോൾ അയാൾക്ക് ഒരു കുഴപ്പവുമില്ല. അങ്ങനെയാണ് പെറ്റ് സ്കാൻ ചെയ്തത്. അങ്ങനെ ഇതുമായിട്ട് അവർ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ ഇത് കണ്ടപ്പോൾ പറയുകയാണ്, ഓക്കെ, ഇതിനകത്തിൽ ഇങ്ങനെയാണ്, പക്ഷേ നമുക്കിത് ഒന്നുകൂടെ ചെയ്യാം. ഞാൻ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ ലേക്ക് ഷോർ ആശുപത്രിയിൽ പോയി ഒന്നുകൂടെ പെറ്റ് സ്കാൻ ചെയ്യുക. ഡോക്ടർ അവരോട് പറഞ്ഞ മറുപടിയാണ്. കാരണം ക്യാൻസർ ഇല്ലാതിരുന്ന ഒരു വ്യക്തിയെ ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്തിട്ട് അവസാനം പെറ്റ് സ്കാൻ നടത്തി അദ്ദേഹത്തിന് ക്യാൻസർ ഇല്ല എന്ന് തെളിഞ്ഞപ്പോൾ തനിക്ക് പറ്റിയ അബദ്ധം തുറന്ന് സമ്മതിക്കുന്നതിന് പകരം എങ്ങനെയെങ്കിലും ഇയാൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഞാൻ കൂടി വരാം, ഞാൻ കൂടി ഉള്ളപ്പോൾ നമുക്ക് ലേക്ക് ഷോർ ആശുപത്രിയിൽ പോയിട്ട് വീണ്ടും പെറ്റ് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞപ്പോൾ അതുവരെ അദ്ദേഹത്തിൻ്റെ ചികിത്സയിലായിരുന്ന ആ രോഗിക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും അദ്ദേഹം ചികിത്സ അവിടെ നിർത്തിവെക്കുകയും ചെയ്തുവെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇതെനിക്ക് അദ്ദേഹം അയച്ചു തന്ന ഒരു വോയിസ് മെസ്സേജാണ്. എന്ന് പറഞ്ഞാൽ ക്യാൻസർ രോഗത്തിൻ്റെ മറവിൽ ഒരുപാട് തട്ടിപ്പുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഒന്നാമത്, ഒരു വ്യക്തിക്ക് ഒറിജിനലായിട്ട് ക്യാൻസർ ഉണ്ടെങ്കിൽ ആ രോഗത്തെ വഷളാക്കാനും ആ രോഗം വഷളായി അയാൾ മരിച്ചു പോകാനുമല്ലാതെ ഈ വൈദ്യശാസ്ത്രത്തിന് ചികിത്സ കൊണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും സുഖപ്പെട്ടതായിട്ട് എനിക്കറിഞ്ഞുകൂടാ. ഇനി ആരെങ്കിലും സുഖപ്പെട്ടതായിട്ട് അവർ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ചോദ്യം, ശരിക്കും അയാൾക്ക് ക്യാൻസർ ഉണ്ടായിരുന്നോ അതോ മറ്റെന്തെങ്കിലും ഒരു മുഴയായിരുന്നോ? കാരണം നമ്മുടെ ശരീരത്തിലൊരു മുഴ വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസർ ആണെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്കറിയാം, പണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു സംഭവം വളരെ വലിയ വിവാദമായതാണ്. പത്രത്തിലൊക്കെ വാർത്ത വന്നതാണ്. അവിടെ ഒരു സ്ത്രീ, അവരുടെ ചെസ്റ്റിലോ മറ്റോ ഒരു മുഴ വന്നു. അതുമായിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയപ്പോൾ അവർ പറഞ്ഞു, ഇത് ടെസ്റ്റ് ചെയ്യണം, ഇത് ബയോപ്സിക്ക് വിടണം, ഞങ്ങളുടെ ഇവിടെ ലാബുണ്ട്, പക്ഷേ ഒരു 10 ദിവസമെങ്കിലും കഴിയാതെ റിസൾട്ട് കിട്ടത്തില്ല, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് വെളിയിൽ എവിടെയെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇവർ കോട്ടയം മെഡിക്കൽ കോളേജിലും സാമ്പിൾ കൊടുത്തു. അതുകൂടാതെ ഇവർ പുറത്ത് പോയി ഒരു പ്രൈവറ്റ് ലാബിലും ടെസ്റ്റ് ചെയ്തു.
പുറത്ത് പ്രൈവറ്റ് ലാബിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടി. ആ റിസൾട്ടിൽ ഇവർ പോസിറ്റീവ് ആയിരുന്നു. അതായത് ഇവർക്ക് ക്യാൻസർ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തത്. അങ്ങനെ ആ റിപ്പോർട്ടും കൊണ്ട് അവർ ആശുപത്രിയിലെത്തി. ഇവർക്ക് ക്യാൻസർ ഉള്ളതുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശുപത്രി അവർക്ക് കീമോയോ റേഡിയേഷനോ ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയുടെ ദേഹമൊക്കെ കരുവാളിക്കാനും മുടി കൊഴിയാനും ഒക്കെ തുടങ്ങി. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പത്തോളജി ലാബിലെ ടെസ്റ്റ് റിസൾട്ട് വന്നു. അതായത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ലാബിലെ ടെസ്റ്റ് റിസൾട്ട് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് ക്യാൻസർ ഇല്ല, നെഗറ്റീവാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഏതെല്ലാം ഇടത്ത് ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള റിപ്പോർട്ടുകൾ, ഒരുപക്ഷേ ക്യാൻസറിന് ചികിത്സിക്കുന്ന ആശുപത്രികളും ഇത്തരം ലാബുകളും തമ്മിലുള്ള ചില അവിശുദ്ധ ബന്ധത്തിലൂടെ ക്യാൻസർ ഇല്ലാത്ത എത്രയോ ആൾക്കാരെ പോസിറ്റീവാണെന്ന് പറഞ്ഞ് ഇവർ ടെസ്റ്റ് റിസൾട്ട് കൊടുത്ത് പറഞ്ഞു വിടുന്നുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവർ കീമോയും റേഡിയേഷനും കൊടുക്കും. യഥാർത്ഥത്തിൽ അവർക്ക് ക്യാൻസർ ഇല്ല. അവർക്ക് ക്യാൻസർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ കീമോയും റേഡിയേഷനും എടുക്കുന്നതിൻ്റെ ഒരു ക്ഷീണം അവർക്ക് കാണും. അപ്പോൾ അത്തരത്തിൽ രോഗമില്ലാത്ത ആൾക്കാരെ ചികിത്സിച്ചിട്ട് ഒടുവിൽ അവരെ ഞങ്ങൾ സുഖപ്പെടുത്തിയെന്ന് പറയുന്ന അവകാശവാദം എത്രയെത്ര രോഗികളുടെ കാര്യത്തിൽ ഈ ആശുപത്രികൾ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തെ കാര്യം, ഈ ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന് ശരിയായിട്ടുള്ള ചികിത്സ കൊടുക്കാൻ അലോപ്പതി വൈദ്യശാസ്ത്രത്തിന് കഴിയുന്നില്ല. ഒരുപാട് തെറ്റായിട്ടുള്ള ഡയഗ്നോസിസുകൾ പല ലാബുകളും പല ആശുപത്രികളും ചെയ്യുന്നുണ്ട്. കാരണം ക്യാൻസർ എന്ന് പറയുന്നത് ഒരു രോഗമല്ല, അതൊരു വലിയ ബിസിനസ്സാണ്, വളരെ വലിയൊരു വ്യവസായമാണ്. ഒരു ക്യാൻസർ രോഗി എന്ന് പറഞ്ഞാൽ ഒരു ആശുപത്രിയെ സംബന്ധിച്ച് ഒരു സ്വർണ്ണഖനിയാണ്. കാരണം അത്രയേറെ പണമാണ് ഈ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അവർ വാങ്ങുന്നത്. ഒടുവിൽ ഈ ചികിത്സ സ്വീകരിക്കുന്ന വ്യക്തി 90% കേസുകളിലും വളരെയധികം വേദനയും കഷ്ടതയും ഒക്കെ അനുഭവിച്ച് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടർ പവിത്രൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഡോക്ടറായിട്ട് കൂടി അദ്ദേഹത്തിൻ്റെ രോഗത്തെ മാറ്റാൻ അദ്ദേഹത്തിനോ അദ്ദേഹം വിശ്വസിച്ച വൈദ്യശാസ്ത്രത്തിനോ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഡോക്ടർമാർക്കൊക്കെ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ ചികിത്സയിലൂടെ രോഗം മാറുക എന്നുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. രോഗമില്ലാത്ത ആൾക്കാരെയാണ് ഇവരൊരു പക്ഷേ സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? രോഗം മാറണമെന്നുള്ളതാണ്. അപ്പം അലോപ്പതിക്ക് അത് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ക്യാൻസർ രോഗത്തിനായിട്ട് നമ്മുടെ സർക്കാർ ചെയ്യേണ്ടത് എല്ലാ വൈദ്യശാസ്ത്ര ശാഖകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വൈദ്യശാസ്ത്രത്തിന് മാത്രമായിട്ട് അത് കൊടുക്കുമ്പോൾ അവരെ കൊണ്ടത് ചെയ്യാൻ പറ്റാതെ അവരതൊരു ബിസിനസ്സാക്കി മാറ്റി ആൾക്കാരുടെ ആരോഗ്യം കൂടുതൽ നശിപ്പിച്ച് അവരിൽ നിന്ന് പണം കൊള്ളയടിക്കുമ്പോൾ അതിനൊരു അറുതി വരുത്താനായിട്ട് മറ്റ് വൈദ്യശാസ്ത്ര ശാഖകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അതായത് ഒരു പർട്ടിക്കുലർ വ്യക്തിയെ ഡയഗ്നൈസ് ചെയ്തിട്ട് അയാൾക്കൊരു രോഗമുണ്ടെങ്കിൽ അയാളുടെ രോഗം മാറാനായിട്ട് ഏത് മരുന്നാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഏതെങ്കിലും 2-3 വൈദ്യശാസ്ത്ര ശാഖകൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ച് അവർ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റിലൂടെ അയാളെ രക്ഷിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ചില പഠനങ്ങൾ നടത്തി അത്തരത്തിൽ ജനങ്ങളുടെ രോഗം മാറ്റാനുള്ള ഒരു ചികിത്സാ രീതി നമ്മുടെ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയെങ്കിലും ക്യാൻസർ രോഗത്തിൻ്റെ പേരിൽ ആൾക്കാരെ ചൂഷണം ചെയ്യുന്നതും ദ്രോഹിക്കുന്നതും അവരുടെ ആരോഗ്യം സമ്പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നതും അവരുടെ പണം കൊള്ളയടിക്കുന്നതും, എന്തുമാത്രം രൂപയാണ് ക്യാൻസർ രോഗത്തിൻ്റെ പേരിൽ ഓരോരുത്തർ ചിലവഴിക്കുന്നത്. ചിലവഴിച്ച് കഴിഞ്ഞിട്ട് ആളെ രക്ഷപ്പെടുന്നുണ്ടോ? ആളെ രക്ഷപ്പെടുന്നുമില്ല. മാത്രമല്ല അയാൾ ഒരുപാട് വേദന അനുഭവിച്ചിട്ടാണ് മരിക്കുന്നത്. കാര്യം ഈ ചികിത്സ അത്രയ്ക്ക് കഠിനമാണ്. എന്നാൽ എനിക്ക് പരിചയമുള്ള 1-2 വ്യക്തികൾ അവർക്ക് ക്യാൻസർ രോഗമാണ് എന്നറിഞ്ഞപ്പോൾ അവർ ഹോമിയോപ്പതിയിലേക്കാണ് പോയത്. ഹോമിയോപ്പതിയിൽ അവർക്ക് ശരീരം നശിപ്പിക്കുന്ന ചികിത്സ കിട്ടുന്നില്ല, വളരെ ചെറിയ പൈസയ്ക്ക് മെഡിസിൻ കിട്ടും. ആ മെഡിസിൻ കഴിച്ച് അവരെല്ലാവരും ക്യാൻസർ മാറിയിട്ടില്ല, പക്ഷേ അത് നല്ലപോലെ കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. ഞാൻ ഹോമിയോപ്പതിയിൽ തിരക്കിയപ്പോൾ അവർ പറഞ്ഞത്, ക്യാൻസർ പൂർണ്ണമായിട്ടും മാറ്റാവുന്ന ഒരു തലത്തിലേക്ക് ഹോമിയോപ്പതി വന്നിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ അലോപ്പതി ചെയ്യുന്ന അതിനേക്കാളൊക്കെ വളരെ കുറഞ്ഞ ചിലവിൽ അതുപോലെയുള്ള ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആൾക്കാർക്ക് ഈ രോഗം മൂർച്ഛിക്കാതെ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അതിന് ഹോമിയോപ്പതിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രകൃതി ചികിത്സയിൽ വളരെ ഭംഗിയായിട്ട് പൂർണ്ണമായിട്ട് ക്യാൻസർ മാറിയ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് സിദ്ധവൈദ്യത്തിൽ ക്യാൻസർ രോഗത്തിന് വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട്. സിദ്ധവൈദ്യവും ഹോമിയോപ്പതിയും പ്രകൃതി ചികിത്സയും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ വളരെ ഇഫക്റ്റീവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചികിത്സകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചികിത്സകരെയൊക്കെ കണ്ടെത്തി അത്തരത്തിലുള്ള ചികിത്സാ രീതികൾ നമ്മുടെ നാട്ടിലെ ഈ രോഗം കൊണ്ട് വലയുന്ന പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി നൽകാൻ നമ്മുടെ സർക്കാർ ശ്രമിക്കണം. അലോപ്പതി ചികിത്സ കൊണ്ട് ക്യാൻസർ മാറുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഡോക്ടർ പവിത്രൻ്റെ മരണം. ഡോക്ടർ പവിത്രൻ ഒരുപക്ഷെ മറ്റേതെങ്കിലും ഒരു വൈദ്യശാസ്ത്ര ശാഖയിലേക്ക് പോയി ചികിത്സ തേടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ഈ സമയത്ത് ജീവനോടെ ഇരിക്കുമായിരുന്നു. എന്നാൽ അലോപ്പതി ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് അതൊരു അപമാനം പോലെയാണ്, അല്ലെങ്കിൽ അവർക്ക് നാണക്കേടാണ്. അങ്ങനെ നാണക്കേട് വിചാരിക്കുന്നത് ഇവർ തമ്മിൽ ശത്രുത നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഈ ശത്രുത ഇല്ലാതാക്കി എല്ലാ വൈദ്യശാസ്ത്ര ശാഖകളും ആവശ്യമുള്ളതാണെന്നും ആത്യന്തികമായിട്ട് രോഗം മാറുന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്നും എല്ലാവരും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ചികിത്സ കിട്ടും,
ഈവൻ ഡോക്ടർമാർക്ക് പോലും ധൈര്യമായിട്ട് ജീവിക്കാൻ പറ്റും. കാരണം നാളെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം, ഞങ്ങളുടെ വൈദ്യശാസ്ത്ര ശാഖയിൽ ഇതിന് ചികിത്സയില്ല, ഞങ്ങൾ കുടുങ്ങും, ഞങ്ങൾ ഇതുമൂലം മരണപ്പെടുമെന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ ആ സാഹചര്യത്തിനൊക്കെ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ എല്ലാ വൈദ്യശാസ്ത്ര ശാഖകളും അങ്ങോട്ടും തമ്മിൽ പോരടിക്കുന്നത് നിർത്തിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ പോരടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാതെ അവർ ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പല മഹാരോഗങ്ങൾക്കും ഈസി ആയിട്ടുള്ള ചികിത്സ നമ്മുടെ നാട്ടിൽ ലഭ്യമാകും. താങ്ക് യു.